എങ്ങനെ ഉണ്ടായിരുന്നു 2025? സിനിമയ്ക്ക് റിവ്യൂ പറയുന്ന പോലെ പറയാനാണെങ്കിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കംപ്ലീറ്റ് എൻ്റർടൈനർ ആയിരുന്നു 2025. എൻ്റെ കാര്യം പറയാം, ഞാൻ ഒരുപാട് ചിരിച്ച, ഒരുപാട് സന്തോഷിച്ചൊരു വർഷമായിരുന്നു 2025. എൻ്റെ ലൈഫിൽ ഇന്ന് വരെ വാങ്ങിയതിൽ ഏറ്റവും ഹയസ്റ്റ് സാലറി ഞാൻ വാങ്ങിയ വർഷമായിരുന്നു 2025. ഞാൻ എൻ്റെ പ്രണയിനിയുടെ കൈപിടിച്ച് ഞങ്ങൾ ഒന്നിച്ചൊരു പുതിയ രാജ്യം കണ്ട വർഷമായിരുന്നു 2025. പക്ഷേ ഇതൊക്കെ സംഭവിച്ചതുകൊണ്ട് ഇതൊരു കംപ്ലീറ്റ് ഹാപ്പി ഇയർ ആയിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതേ വർഷം തന്നെയാണ് ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കർട്ടനിടാൻ ഇത് മാത്രം പോരെ. പക്ഷേ എങ്കിലും ഞാൻ പറയും, ഇതത്ര മോശം വർഷമായിരുന്നില്ല. ഒരുപാട് ചിരിപ്പിച്ച, സന്തോഷിപ്പിച്ച നിമിഷങ്ങൾ എന്നും ഓർത്ത് വെക്കാൻ പറ്റുന്ന എന്തൊക്കെയോ തന്നിട്ടുണ്ട്. ഒരുപാട് കരഞ്ഞ, ഒരുപാട് സങ്കടപ്പെട്ട നിമിഷങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിന് ഉപകാരപ്പെടുന്ന എന്തൊക്കെയോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 2025, 26, 27 മുന്നോട്ടുള്ള ഏത് വർഷങ്ങളാണെങ്കിലും ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഇയർ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മൈൻഡ് സെറ്റ്. അതായത് ഇക്കൊല്ലം എന്നെക്കൊണ്ട് ഒന്നിനും പറ്റിയില്ല എന്ന് വിചാരിക്കുന്നതിന് പകരം ഞാൻ പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ സൈഡിൽ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്ത് തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഇനി നിങ്ങൾ പറ,